പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോനാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 4 തിരുവചനം 1 മുതൽ. യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർഷീസിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കർത്താവെ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കുവാൻ എന്ത് കാര്യം? യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിൽ ഇരുന്നു. യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു. ചെടി വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കുവാൻ നിനക്ക് എന്ത് കാര്യം? അവൻ പറഞ്ഞു, കോപിക്കുവാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനിവേയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ? ഈശോ മിശിഹായിൽ പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, ഈ വചനഭാഗം ദൈവവും യോനാ പ്രവാചകനുമായുള്ള ആശയവിനിമയത്തിൻ്റെ ആവിഷ്കാരമാണ്. ഇതിനു മുൻപുള്ള 2-3 അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും യോന ചെയ്തത് ദൈവം പറഞ്ഞത് കേൾക്കുകയായിരുന്നു. അതനുസരിച്ച് യോന പ്രവാചകൻ നിനിവേയിലേക്ക് പോകുന്നു. യോന പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ താർസൂസിലേക്ക് പോകുന്നു. തോന്നിവാസം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം ജീവിതത്തിൻ്റെ സങ്കീർണതയിൽ യോനായെ മത്സ്യം പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, കടലിലേക്ക് എറിയുമ്പോൾ, മത്സ്യത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ യോന ദൈവത്തെ വിളിക്കുന്നു. ദൈവം യോനായെ വന്ന് സഹായിക്കുന്നു. യോന കരക്കെടുക്കുന്നു. യോന വീണ്ടും നിനിവേയിലേക്ക് പോകുന്നു. അവിടെ മാനസാന്തരത്തിൻ്റെ ദൈവിക സ്വരം ഉയർത്തുന്നു. അതിനുശേഷം ദൈവം പറഞ്ഞതുപോലെ ഈ നിനിവേ നശിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. അങ്ങനെ നിനിവേയെ ദൈവം പറഞ്ഞതനുസരിച്ച് തകർക്കാതിരിക്കുന്നത് കാണുമ്പോൾ യോനാ പ്രവാചകൻ കുപിതനാവുകയാണ്, അത്യധികം ദുഃഖിതനാവുകയാണ്. ദേഷ്യം കൊണ്ട്, ദുഃഖം കൊണ്ട്, ഇതൊക്കെയാണ്. എന്നിട്ട് ദൈവത്തോട് തന്നെ പറയാം, നിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കോപിച്ചാലും നീ എന്തൊക്കെ ചെയ്താലും അവസാനം നിനക്ക് ഒന്നേ ഉണ്ടാവൂ. എന്താ അത്? നിൻ്റെ ജനത്തോട് അനുകമ്പ കാണിക്കുന്ന ശൈലി. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് എനിക്കറിയാം, ഞാൻ അറിഞ്ഞിരുന്നു. യോന പറയാം, പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളെല്ലാവരും പല പ്രാവശ്യം വായിക്കേണ്ട ഒരു വചനമാണ്. ദൈവവുമായി നമ്മുടെ ബന്ധത്തിൽ അത്യധികം ആനന്ദവും ആശ്വാസവും തരുന്ന വചനവും കൂടിയാണ്. ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ് ദൈവം എന്ന് യോന ഏറ്റു പറയുക. ഇവിടെ നാം കാണുന്നത്, അപ്പോൾ യോനായെ ദൈവം തിരുത്തുന്നു. യോനായിട്ട് ചോദിക്കുകയാണ്, ആ ചെടിയുടെയൊക്കെ കഥ പറഞ്ഞിട്ട് നിനക്ക് അങ്ങനെയൊക്കെ അനുകമ്പ തോന്നുന്നെങ്കിൽ, ഒരു ചെടി ഉണങ്ങിപ്പോയതിനെക്കുറിച്ച് നിനക്ക് ദുഃഖമുണ്ടില്ലേ, വേദനയുണ്ട്, പ്രയാസമുണ്ടില്ലേ എന്നൊക്കെ പറയാം. ചെടി തന്നെ അടുത്തുയർത്തിയ ദൈവമാണ് അവനെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ എനിക്ക് ജനം മുഴുവൻ നശിക്കുന്നതിൽ യോനാൻ്റെ ഹൃദയത്തിന് വേദനയില്ലേ, ദുഃഖമില്ലേ എനിക്ക്? അതുകൊണ്ട് ഞാൻ അവരുടെ അനുകമ്പ കാണിക്കരുതെന്നാണോ നീ പറയുന്നത്? നോക്കി, എന്തൊരു നല്ല ഡയലോഗാണ് സഹോദരങ്ങളെ, യോനായും ദൈവവും കൂടെയുള്ളത്. സമൂഹ ജീവിതം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഡയലോഗിലൂടെയാണ് സമ്പന്നമാകുന്നത്. പരസ്പരം ഉള്ള ഡയലോഗ്. നമ്മൾ കുർബാനയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കുർബാനയിലെ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഡയലോഗാണ്. മനുഷ്യൻ ദൈവം പറയുന്നതിനോട് അവസാനം ആമേൻ, നമ്മുടെ കർത്താവ് വിശേഷിയാക്കി സ്തുതി എന്നൊക്കെ പറയുക. ഈ ഡയലോഗ് കഴിഞ്ഞു കഴിയുമ്പോൾ
അതായത് ഈ സുവിശേഷ വായന കഴിഞ്ഞ് കഴിയുമ്പോൾ വൈദികൻ ചെയ്യുന്നത് ഹോമിലിയാണ്, നടത്തുന്നത് ഹോമിലിയാണ്. വചനത്തിൻ്റെ വ്യാഖ്യാനം, ഈ വചന വ്യാഖ്യാനത്തിൽ വചനത്തിൻ്റെ ആഴങ്ങൾ എല്ലാവർക്കും, ചെറിയവർക്കും വലിയവർക്കും ഗ്രഹിക്കാനാകുന്നു. വചന വ്യാഖ്യാനത്തിലൂടെ ഒത്തിരി തെറ്റുകൾ തിരുത്തുവാൻ സാധിക്കുന്നു. വചന വ്യാഖ്യാനത്തിലൂടെ ഒത്തിരി തെറ്റിദ്ധാരണകൾ മാറ്റി ധാരണകൾ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ദൈവത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒക്കെയുള്ള ധാരണകൾ, ഈ തെറ്റിദ്ധാരണകൾ ധാരണയാക്കി മാറ്റാൻ, നല്ല നിലയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. വചന വ്യാഖ്യാനത്തിന് വിശുദ്ധ കുർബാനയിൽ വലിയ ആഴമുണ്ട്, അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ വചന വ്യാഖ്യാനം, വിശുദ്ധ കുർബാനയിലെ ഹോമിലി വൈദികരും ജനവും വിശ്വാസ സമൂഹവും ഉയർത്തിപ്പിടിക്കേണ്ടതും അതിന് വൈദികരെ നിരന്തരം പ്രേരിപ്പിക്കേണ്ടതും വൈദികർ അതിന് നിരന്തരം സന്നദ്ധരാകേണ്ടതുമായ ശുശ്രൂഷ കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഓർക്കാം. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വചന വ്യാഖ്യാനത്തിൻ്റെ ആധ്യാത്മികതയാണ്. കുർബാനയുടെ തിയോളജി അല്ല. അതിലുപരി വചന വ്യാഖ്യാനം ഇത് സമൂഹത്തിലുണ്ടാകണം. സമൂഹങ്ങളുടെ ഇടയിൽ അവരുടെ ചിന്തകളുടെയും ചെയ്തികളുടെയും അവരുടെ വാക്കുകളുടെയും വ്യാഖ്യാനം ഉണ്ടാകണം. പലപ്പോഴും ഈ വ്യാഖ്യാനം ഇല്ലാത്തത് കൊണ്ടാണ് ഒത്തിരിയേറെ മേഖലകളിൽ സമൂഹത്തിൽ സ്പർദ്ധയും തെറ്റിദ്ധാരണയും മുഖം കറുപ്പിലും ഒക്കെ ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ആ അസ്വസ്ഥതയെ മാറുകയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വചനത്തിലൂടെ ഹോമിലിയുടെ തിരുത്തൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ആശയ സംവാദത്തിലും ക്ലാരിഫിക്കേഷനിലും തിരുത്തലുകൾ നടക്കാൻ പറ്റും. മനുഷ്യനല്ലേ നമ്മൾ? സന്യാസ സമൂഹത്തിലാണെങ്കിൽ നമ്മളെല്ലാം ഒരു വീട്ടിൽ നിന്ന് വന്നതല്ലേ? വ്യത്യസ്തമായ സാഹചര്യം നമ്മൾക്കില്ലേ? വ്യത്യസ്തമായ സംസ്കാരം നമുക്കില്ലേ? വ്യത്യസ്തമായ ഐക്യം നമുക്കില്ലേ? വ്യത്യസ്തമായ വിചാരങ്ങൾ നമുക്കില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകളിൽ എത്രമാത്രം പരിമിതികളും കുറവുകളും ഒക്കെ ഉണ്ട് നമ്മുടെ സംഭാഷണത്തിൽ. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ, ഇടവക കൂട്ടായ്മയിൽ, സന്യാസ സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ലൈഫിലൊക്കെ ഈ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ ചെയ്തികളുടെയും ചിന്തകളുടെയും വാക്കുകളുടെയും വ്യാഖ്യാനങ്ങളും അനിവാര്യമാണ്. അതിന് കാലതാമസം വരുന്നതനുസരിച്ച് നമ്മുടെ ഇടയിലുള്ള വിയോജിപ്പും നമ്മുടെ ഇടയിലുള്ള അകൽച്ചയും ശത്രുതയൊക്കെ ഒരുപക്ഷെ കൂടി വരും. നേരെ തിരിച്ച് തക്ക സമയത്ത് നമ്മൾ തിരുത്തിയാലോ, തക്ക സമയത്ത് നമ്മൾ പറഞ്ഞാലോ, വെളിപ്പെടുത്തി കൊടുത്താലോ, വ്യാഖ്യാനിച്ചാലോ വ്യത്യാസം വരും. വചന ശുശ്രൂഷയിലെ ഹോമിലി എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ശരിയായ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന സമയമാണ്. അതായത് എങ്ങനെ ആണ് അനുദിന ജീവിത വ്യാപാരങ്ങളിൽ വ്യാപരിക്കേണ്ടത്, ഈ വചനമനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അംഗങ്ങൾ തമ്മിൽ ഈ ആശയ സംവാദവും ഈ ആശയങ്ങളുടെ തന്നെ വ്യാഖ്യാനവും നടക്കുമ്പോൾ സമൂഹത്തിന് വ്യക്തമായൊരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ഇന്ന് ഈ ആഴ്ചയിൽ, ഈ ദിവസം, ഈ മാസമൊക്കെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ഓർക്കേണ്ടത്, ആരൊക്കെയാണ് ഇല്ലാത്തത്, ആരൊക്കെയാണ് ഇന്ന കാര്യത്തിൽ ഇടപെടുന്നത്, ഈ ഒരു സംവാദം കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അനിവാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ വ്യക്തതയുണ്ടാവുകയാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ കൊടുക്കുക. സമൂഹത്തെ പടുത്തുയർത്തണമെങ്കിൽ ഈ വചനത്തിൽ അധിഷ്ഠിതമായ ഓറിയൻറ്റേഷൻ ഉണ്ടാവണം. യോനാ പ്രവാചകന് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ദൈവം യോനായെ ഒന്നൊന്നായി അവനോട് പറഞ്ഞുകൊള്ളൂ, ഇതാണ് കാര്യം, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നടപ്പാക്കാത്തത്, എനിക്ക് ആ ജനത്തെ എൻ്റെ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പവറില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ എൻ്റെ ആ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യണമെമ്പോൾ എൻ്റെ അഭിമാനം ഉയർന്നു നിൽക്കും. പക്ഷേ അതിലുപരിയാണ് എന്നിലുള്ള അനുകമ്പ, അഥവാ എനിക്ക് അവരെക്കുറിച്ചുള്ള ചിന്ത. എന്നെക്കുറിച്ചുള്ള ചിന്തയല്ല, അവരെക്കുറിച്ച് ഞാൻ ഓർത്തിട്ടാണ് അവരെ കൊല്ലാത്തത്, നശിപ്പിക്കാത്തത് എന്ന് ദൈവം പറയുക. അപ്പം അതുപോലെ തന്നെ സമൂഹങ്ങളിടയിൽ ഇപ്രകാരമുള്ള ഒരു വ്യാഖ്യാനം, ഒരു ഡയലോഗ് ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ എത്രമാത്രം വലിയ കെട്ടുറപ്പും കൂട്ടായ്മയും ഉണ്ടാവും, സാഹോദര്യമുണ്ടാവും. അതുപോലെ തന്നെ വചന വ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓറിയൻറ്റേഷൻ എന്നതുപോലെ തന്നെ അഫർമേഷൻ എന്ന് പറയും. ഇടവക കൂട്ടായ്മയിൽ, വിശ്വാസ അസംബ്ലിയിൽ നടന്നതും അവർ കഴിഞ്ഞ ആഴ്ചയായിട്ട്, കഴിഞ്ഞ ദിവസമായിട്ട് ചെയ്ത കാര്യങ്ങളും, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളെ അഭയം ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ
ചെയ്ത കാര്യം, ഇടവകത്തിലെ ഒരു അംഗം തന്നെയായിരിക്കാം, വളരെ വിരോചിതമായി ചെയ്തൊരു കാര്യം അത് എടുത്തു പറയുമ്പോൾ, അതൊരു സാക്ഷ്യമായിട്ട് ഉയർത്തുമ്പോൾ തന്നെ ആ ഇടവകയിലെ അംഗങ്ങൾക്ക് അത് പ്രചോദനമാവുകയാണ്. അതുപോലെ തന്നെ വചനവ്യാഖ്യാനത്തിൽ ഇടവക സമൂഹത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയും. ആ നാടിൻ്റെ, ആ വീടിൻ്റെ, ആ കൂട്ടായ്മയുടെ അവിടെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുവാനും വെളിപ്പെടുത്തുവാനുള്ള അവസരം ഒരുക്കുക. ഒരുപക്ഷെ എല്ലാം ഇത് കുർബാനയുടെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യമല്ല. എന്ന് വെച്ചാൽ കുർബാനയിലെ ലിറ്റർജിക്കൽ മേഖലയിൽ, വചന ശുശ്രൂഷയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ലീവ് ദ മിസ്റ്ററി. കുർബാന എന്ന രഹസ്യം എങ്ങനെ ജീവിക്കണം കുടുംബത്തിൽ, ഇടവകയിൽ, സന്യാസ ഭവനങ്ങളിൽ എന്നതാണ്. ഇത് നോക്കിക്കേ, ഈശോ മിശിഹ തന്നെ തിരുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജനം അന്നോളം വിചാരിച്ചിരുന്നത് മോശ അവർക്ക് മന്ന നൽകി, മോശ മരുഭൂമിയിൽ മന്ന നൽകിയെന്ന്. അപ്പോൾ ഈശോ അവരുമായുള്ള ഡയലോഗിൽ പറയുകയാണ്, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. എന്താണത്? മോശയല്ല നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന നൽകിയത്. നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും നൽകിയത് മോശയല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. മോശ അതിൻ്റെ ഉപകരണം മാത്രമാണ്. അപ്പോൾ നോക്കുകയെ, വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു ജനത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. ആ തെറ്റിദ്ധാരണ ഈശോടെ തിരുത്തുകയാണ്. വചനവ്യാഖ്യാന സമയത്ത് ഈ തെറ്റിദ്ധാരണയും തിരുത്തേണ്ട സ്ഥലമാണ്. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുണ്ട്, സഭയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുണ്ട്, സഭയുടെ അധികാരികളുടെ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുണ്ട്, സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുണ്ട്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയുള്ള ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഉള്ളിലുണ്ട്. ഈ തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തുന്ന സമയമാണ് വചനവ്യാഖ്യാനത്തിന് നിമിഷം കൂടി എന്ന് പറയും, ഹോമിലി എന്ന് പറയുന്നത് കൂടി. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളുണ്ട്. അവയെ നാം ഒന്നൊന്നായി തിരുത്തിയെടുക്കണം, പറഞ്ഞു തിരുത്തണം, ക്ഷമ ചോദിച്ച് തിരുത്തണം, പങ്കുവെച്ച് തിരുത്തണം. അങ്ങനെ വരുമ്പോഴോ കുടുംബം ദേവാലയമാവുക, ദേവാലയം സ്വർഗമാവുക. അതുതന്നെയല്ല, ദേവാലയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വിശ്വാസത്തിൽ. അത് സ്വർഗത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്, സ്വർഗീയ കൂട്ടായ്മയുടെ ഒരു അടയാളം കൂടിയാണ് ദേവാലയം. സന്യാസ ഭവനവും ഈ സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നടക്കേണ്ടത് ഇതാണ്, ലീവ് ദ മിസ്റ്ററി. കുർബാനയിൽ പങ്കുകൊള്ളുന്ന വിശ്വാസ സമൂഹം, യേശുവിൽ വിശ്വസിക്കുന്ന സന്യാസ സമൂഹം, യേശുവിൻ്റെ കുർബാന രഹസ്യം ജീവിക്കുന്നവരും അതിൻ്റെ മാതൃകകളും ആകേണ്ടതാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാം. നമ്മുടെ ബലിയർപ്പണവും നമ്മുടെ അനുദിന ജീവിതവും തമ്മിൽ, നമ്മുടെ ഇൻട്രാക്ഷൻസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ലിസണിങ്, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസ്, ഇതുമൊക്കെ തമ്മിൽ എന്ത് ബന്ധമില്ലെങ്കിൽ ബന്ധമുണ്ടാകണം. അപ്പോഴേ നമ്മുടെ സമൂഹ ജീവിതം അനുഗ്രഹപൂർണ്ണമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുർബാനയിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ കുർബാനയിലെ കമ്മ്യൂണിറ്റിയിൽ വീണ്ടും ഉണ്ടാകേണ്ട അതിപ്രധാനപ്പെട്ടൊരു കാര്യം വചനവ്യാഖ്യാനത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. എന്താണെന്നോ, കുർബാനയിൽ വചനവ്യാഖ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെഷനാണ്. അത് ഓരോ റീത്തിലും ഓരോ കുർബാനയിലും ചിലപ്പോൾ അല്പം വ്യത്യാസം കാണും. ഒന്നുകിൽ അതിൻ്റെ മുൻപായിരിക്കും പിൻപായിരിക്കും എന്നൊക്കെ ഉള്ളൂ. അതായത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സീറോ മലബാർ റീത്തിൽ കാറോസൂസ എന്ന് പറയും, ലത്തീൻ ക്രമത്തിലാണ് വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയും. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ കാണുന്നത്? ഈ കേട്ട വചനത്തിൻ്റെ, ധ്യാനിച്ച വചനത്തിൻ്റെ, വ്യാഖ്യാനിച്ച വചനത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിലുള്ള പ്രാർത്ഥന മാത്രമല്ല, ഈ സമൂഹത്തിന് വേണ്ട സമൂഹത്തിൻ്റെ നൊമ്പരങ്ങൾ, വേദനകൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ എല്ലാം ദൈവത്തെങ്കിലേക്ക് യാചനയായി ഉയർത്തുകയാണ്. അനുഗ്രഹത്തിന് നീർച്ചാലായി ഇവരിലേക്ക് നീ വരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു സന്യാസ സമൂഹം സമ്പന്നമാകണമെങ്കിൽ അവിടെ ഈ സന്യാസ സമൂഹത്തിലെ അഥവാ ഒരു കുടുംബത്തിലെ ഒക്കെ അംഗങ്ങൾ ആ പരസ്പരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന കാര്യം ഇവിടെ നാം പ്രത്യേകം ഓർക്കണം. മോശ ജനത്തിൻ്റെ നേതാവായിരുന്നു. യുദ്ധക്കളത്തിൽ ഇസ്രായേൽ ജനം നിൽക്കുകയാണ്. ആ സമയത്ത് മോശ ആ യുദ്ധം ജയിക്കുവാൻ വേണ്ടി കൈകൾ വിരിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അവിടെ യുദ്ധം മുന്നേറുക. മോശയുടെ കൈ തളരുമ്പോൾ താഴേക്ക് പോന്നു. യുദ്ധക്കളത്തിൽ ഇസ്രായേൽ ജനവും പിന്നോട്ടായി. അപ്പോഴാണ് അഹ്റോനും കൂറും കൂടി മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ മുന്നേറുക. അപ്പോൾ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ, കുടുംബത്തിലെ അപ്പൻ, അമ്മ, സന്യാസ സഭയിലെ സുപ്പീരിയേഴ്സ്, ഇടവകയിലെ വികാരി, ഇവരൊക്കെ പ്രത്യേകമായ വിധത്തിൽ
തങ്ങളുടെ കീഴിലുള്ള തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമൂഹാംഗങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഇടവക ജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടവരാണ് ദൈവസന്നിധിയിൽ. അപ്പോഴാണ് ആ കൂട്ടായ്മകളിലേക്ക് ദൈവത്തിൻ്റെ നീർച്ചാൽ ഒഴുകുന്നത്. കൃപയുടെ നീർച്ചാൽ, കരുണയുടെ നീർച്ചാൽ, അലിവിൻ്റെ നീർച്ചാൽ. ഈ മധ്യസ്ഥ പ്രാർത്ഥന തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, നീ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണം. നീ മെത്രാനാണ്, സഭയുടെ മെത്രാനാണ്, നാട്ടിലെ മെത്രാനാണ്. രാജാധിപന്മാർക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി, സമസ്ത ജനത്തിനും വേണ്ടി, സകല നിയോഗങ്ങൾക്കും വേണ്ടി, സകല ദുഃഖ സാഗരങ്ങളിലേക്കും ദൈവത്തിൻ്റെ കൃപ ഒഴുകുവാൻ വേണ്ടി നീ സ്ഥിരതയോടെ മധ്യസ്ഥം വഹിക്കണം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. അപ്പോൾ കുർബാനയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്, കുർബാനയിലെ സമൂഹ ജീവിതം എന്ന് പറയുന്നത്, കുർബാനയിൽ അധിഷ്ഠിതമായ സമൂഹ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം അംഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ജീവിതമാണ്. മധ്യസ്ഥം വഹിക്കുമ്പോൾ അവിടെ കൃപയൊഴുകും. മരിയ വിയാനിയുടെ കഥയോർത്ത് നോക്കി. ആഴ്സിലെ അടിച്ചു തൂത്തു വാരാത്ത കടന്ന ആ പള്ളിയിലേക്ക് പോയിട്ട് അതെല്ലാം വൃത്തിയാക്കിയിട്ട് മരിയ എന്ത് ചെയ്തത്? അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചു. കുർബാനയുടെ മുന്നിലിരുന്ന് തപസ് അനുഷ്ഠിച്ച് മരിയ വിയാനി പ്രാർത്ഥിക്കുക. പള്ളിയിൽ കയറാത്ത ജനം മുഴുവൻ പള്ളിയിലേക്ക് ഓടിവരുന്നതും, കുമ്പസാരക്കൂട്ടിൻ്റെ അടുത്തെത്താതിരുന്ന ജനം മുഴുവൻ, വർഷങ്ങളായി കുമ്പസാരിക്കാതിരുന്ന ജനം മുഴുവൻ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതൊക്കെ മരിയ വിയാനി കൺകുളിർക്കെ കാണുകയല്ലേ സഹോദരങ്ങളെ? 18 മണിക്കൂർ കുമ്പസാരിച്ചിട്ടും കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത വിധി ആ കുമ്പസാരക്കൂട്ടിന് ചുറ്റുമായിട്ട് ജനങ്ങൾ ക്യൂ നിൽക്കുന്നത് കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതാണ് ഇൻ്റർസെഷൻ്റെ പ്രത്യേകത, മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും, സമൂഹത്തിൽ പുറത്തുനിന്നുള്ളവരുടെ ആക്രമണവും കടന്നുകയറ്റവും വേലിയേറ്റവും ഒക്കെ ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം എന്താ? പ്രതിരോധ നിരയില്ല. എന്തേ ഇതുവരെയും പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് കയറാത്തത്? പാകിസ്ഥാൻകാരുടെ കയ്യിൽ മിസൈലും ബോംബും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ? അവർക്ക് പട്ടാളക്കാരില്ലാത്തതുകൊണ്ടാണോ? അല്ലല്ലോ. കാരണം എന്താ? കാശ്മീർ താഴ്വരകളിൽ മുതൽ മലകളുടെ മുകളറ്റം വരവും എല്ലാ മുക്കിലും മൂലയിലുമൊക്കെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ശക്തമായ പ്രതിരോധ നിര നിൽക്കുക. ശക്തമായ കാവലാണ് അവിടെ. മുള്ളുവേലികൾ കെട്ടി, അതുപോലുള്ള മതിലുകൾ തീർത്തും വേലുകൾ കെട്ടിയും തോക്ക് ചൂണ്ടിയും നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് അവർക്ക് അതിക്രമിച്ച് കയറാൻ പറ്റുന്നില്ല. അവരെല്ലാ തരത്തിലും നോക്കിയിട്ടും പറ്റുന്നില്ല. ഇതെന്തേ? ഇതുപോലെയാണ് സന്യാസ സമൂഹത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്ന് സകലവിധ പ്ലേഗും കയറി വരികയാണ്, സകലവിധ അശുദ്ധിയും കയറി വരികയാണ്, സകലവിധ ലോകത്തിൻ്റെ അധിപന്മാരുടെയും ആക്രമണം കടന്നു വരികയാണ്, ആദർശങ്ങൾ കടന്നു വരികയാണ്. അതനുസരിച്ച് സമൂഹം വെറും സെക്കുലറായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കുടുംബം വെറും ഭൗതികമായി മാത്രം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? പ്രതിരോധമില്ല. നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ മക്കൾ ചുമന്ന തെരുവിൽ പോയാലും അവർ ആ തെരുവിൻ്റെ അടിമത്തം പേറില്ല. സംശയമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കോ. നമ്മുടെ മക്കൾ ഏത് കെണിയിൽ ചെന്ന് പെട്ടാലും അവിടെ തകരില്ല. അഥവാ സമൂഹാംഗങ്ങൾ ഈ പ്രതിരോധ നിര തകരുമ്പോഴാണ് സമൂഹം തകരുന്നത്, കുടുംബം തളരുന്നത്, ഇടവക തളരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഓർക്കാം. ക്രൈസ്തവ വിശ്വാസത്തിൽ വിജയം കൈവരിക്കുന്നത് ലോകത്തിൻ്റെ പട്ടാളക്കാരെ നിർത്തിയിട്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവെന്ന ശക്തിയിലാണ്. ഈ പരിശുദ്ധാത്മാവെന്ന ശക്തി ഈ ലോകത്തിൻ്റെ ദുരാത്മാക്കളെ പ്രതിരോധിക്കുന്ന ശക്തിയാണ്. ഈ ലോകത്തിൻ്റെ അധിപന്മാരെ തകർക്കുന്ന ശക്തിയാണ്. ആ ശക്തി ഒഴുകുന്നതാകട്ടെ മോശയെപ്പോലെ കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്, അബ്രാഹത്തെ പോലെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും, മഹാമാരിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നത് അബ്രാഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വരമുയർത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. സമൂഹത്തിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി, വിശ്വാസത്തിലുള്ള പരിശീലനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഉയരട്ടെ. അപ്പോൾ അതായത് വേറെ തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് സഹോദരങ്ങളെ പ്രതിരോധിച്ച് നിർത്തുന്ന ആത്മീയ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയാണ്. അവർക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നു.
അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇതാ നമ്മൾ തപസ്സനുഷ്ഠിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമൂഹം അനുഗ്രഹപൂർണ്ണമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുർബാനയിലെ ഈ കാരോസൂസ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുകയാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ ബലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധന്മാരുടെ ജീവിതം നിങ്ങൾ എടുത്തു വായിക്കൂ. ജീവിത സാഗരത്തിൽ പെട്ടപ്പോൾ, തളർന്നപ്പോഴും തകർന്നപ്പോഴും, എല്ലാ പരീക്ഷണ സമയത്തും ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവർ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താ? തിന്മയുടെ ശക്തി വിട്ടുപോകും. ടെംപ്റ്റേഷൻസ്, സോക്കോൾഡ് ടെംപ്റ്റേഷൻസ് എല്ലാം ദൂരെ ദൂരെ പോവും. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ പരീക്ഷണം വേട്ടയാടി. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നറിയാവോ? ഏത് സമയത്തും പ്രതിസന്ധിയും പ്രലോഭനവും പരീക്ഷണവും വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ വിശ്വാസ പ്രമാണം അദ്ദേഹം ഏറ്റുചൊല്ലും. പിന്നെ അത് ഏറ്റുചൊല്ലാൻ പറ്റാത്ത സമയത്ത് നേരത്തും അത് ഓർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിശ്വാസ പ്രമാണം എഴുതി തൻ്റെ പോക്കറ്റിലിട്ടു, കോട്ടിനകത്തിട്ടു. എന്നിട്ട് ഈ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കും അദ്ദേഹം കൈകൊണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കും ദൈവത്തിന് വേണ്ടിയിട്ട്, ഏറ്റുചൊല്ലും. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രമാണത്തിന് വലിയ വിലയുണ്ട്. ഇന്ന് നമ്മൾ പലപ്പോഴും സഭയിൽ കാണുന്നത് എന്താ? കുർബാനയുടെ സമയത്ത് പോലും വിശ്വാസ പ്രമാണം നമ്മൾ മറന്നുപോകും. കൊന്ത ചെല്ലുമ്പോഴും നൊവേന നടത്തുമ്പോഴും നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ എന്ത് സമയം ലാഭിക്കാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് ബുദ്ധിയാണ് അവിടെ, എന്ത് വിശ്വാസം അവിടെ. പരിശുദ്ധ കുർബാനയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടം, കേന്ദ്രം, പാരമ്യം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ മുഴുവൻ പ്രകാശനവും പ്രസരിപ്പും ഉണ്ടാകേണ്ടത്. അവിടെ കുർബാനയിൽ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാൻ നമ്മൾ എന്തുകൊണ്ട് മടിക്കുന്നു? ഇനി ഏറ്റുചൊല്ലുന്ന ചുരുക്കം ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, ഞാനത് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഞാൻ അത് പറയാനല്ല ഉദ്ദേശിക്കുക. അപ്പോൾ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുമ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോവുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവുകയും ചെയ്യും. കാരണം അത് ത്രിത്വ രഹസ്യം, സഭാത്മ രഹസ്യം, വരാനിരിക്കുന്ന സ്വർഗീയ രഹസ്യം, അത് മുഴുവനുമായി വിശ്വാസ പ്രമാണത്തിൽ ചേർന്ന് നിൽക്കുന്നത്. രക്ഷാകര രഹസ്യത്തിൻ്റെ ഉൾപ്പൊരുളാണ് വിശ്വാസ പ്രമാണം. നമ്മളതിൻ്റെ സത്യം അറിയാത്തതുകൊണ്ട് 1000 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഒരു പ്രാവശ്യം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നത്. ഇന്നലകളിലെ ദൈവിക മഹിമയെയും ഇന്നിലെ ദൈവിക മഹിമയെയും നാളത്തെ ദൈവിക മഹത്വത്തെയും അതുപോലെ തന്നെ നമുക്ക് തന്നെ കൈവരാൻ പോകുന്ന മഹത്വത്തെയും നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. അതിലൂടെ വലിയ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ അങ്ങനെ കുർബാനയിൽ സംബന്ധിച്ച് നോക്കുകയെ, തോന്നിയ കുറേ പ്രാർത്ഥന ചൊല്ലുന്നതല്ല ബലിയർപ്പണം. ഈ ബലിയർപ്പണത്തിൻ്റെ പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസ പ്രമാണം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പിശാചിലല്ല എൻ്റെ വിശ്വാസം എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ ഞെട്ടിപ്പറയ്ക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർത്ത് നോക്കുകയെ, മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ആരംഭത്തിൽ എന്താ ചെയ്യുന്നത്? സാത്താനി അതിൻ്റെ ആഡംബരങ്ങൾ നീ വെറുത്തുപേക്ഷിക്കുന്നുവോ? അപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടില്ല, വെറുത്തുപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ? ഓരോ നിമിഷം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ആത്മാവ് പറന്നിറങ്ങി താണിറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തം അത് അഭിഷേക പ്രാർത്ഥനയിൽ നടക്കുക, തൈലാഭിഷേകത്തിൽ. അപ്പോൾ വിശ്വാസ പ്രമാണത്തിന് വലിയ വിലയുണ്ട്. സമൂഹത്തിൽ ഇന്ന് എന്താ പ്രശ്നം? എത്തേയിസ്റ്റാണോ തെയിസ്റ്റാണോ ഉള്ളതെന്നാ പ്രശ്നം. സന്യാസ സഭയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായോഗികമായിട്ട് വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ സമൂഹത്തിൽ ഇന്ന് പ്രതിസന്ധി ഉണ്ടാവുകയോ? ഇന്ന് നമ്മൾ കാണുന്ന പല വിറുവിറുപ്പും, പല അസ്വസ്ഥതയും, പല കുറ്റം പറച്ചിലും, പല ചെറുതാക്കലും, മുഖം കറുപ്പിച്ചിരിക്കലും, അങ്ങനെ പലതും. സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുകയെ. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ വീടുകളിൽ ഇടവുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മളിൽ കത്തി ജ്വലിക്കുന്ന വിശ്വാസമില്ല. വിശ്വാസത്തിന് വരും അവിശ്വാസം ഉള്ളിടത്ത് ആത്മാവല്ല, പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവോ മനുഷ്യാത്മാവോ പ്രവർത്തിക്കുക, അതൊക്കെയായിരിക്കും. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ ഭരിക്കുക, ലോകത്തിൻ്റെ വെറുപ്പ് നമ്മെ ഭരിക്കുക, ലോകത്തിൻ്റെ ശത്രുത നമ്മൾ കയറി ഇറങ്ങിയ. അതൊക്കെ വിട്ടുപോകുന്ന എപ്പോഴാണ്?
വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുമാത്രമല്ല, ഈ വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലുന്ന ആധ്യാത്മികത, യൂക്രിസ്റ്റിക് സ്പിരിച്വാലിറ്റി, അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. സമൂഹ അംഗങ്ങളുടെ ഇടയിൽ എന്തുണ്ടാകണം? മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാകണം. പരസ്പരമുള്ള വിശ്വാസം. പരസ്പരം അംഗങ്ങളുടെ ഇടയിൽ വിശ്വാസമില്ലെങ്കിൽ നിലനിൽപ്പാൻ പറ്റില്ല. പരസ്പരമുള്ള വിശ്വസ്തത, യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, എൻ്റെയും വിശ്വസ്തത, എൻ്റെ സമൂഹത്തിൻ്റെയും വിശ്വസ്തത. അപ്പോൾ ഈ പരസ്പരമുള്ള വിശ്വസ്തതയും പരസ്പരമുള്ള വിശ്വാസവുമാണ് സമൂഹ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്. അതിന് നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും എപ്പോഴും സാധിക്കില്ല. അതിന് സാധിക്കുന്നതാകട്ടെ ദൈവതൃക്കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ സമൂഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ പരസ്പരമുള്ള വിശ്വാസക്കുറവ്, പരസ്പരമുള്ള വിശ്വസ്തതയുടെ അഭാവം എനിക്ക് തോന്നുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കൂട്ടായ്മയിലും ആ ചൈതന്യം, സമൂഹത്തിൻ്റെ ചൈതന്യവും പ്രസരിപ്പും സമൂഹത്തിൻ്റെ സന്തോഷവും ശാന്തിയും ഒക്കെ കുറഞ്ഞു പോകാൻ കാരണം. ഈ വിശ്വസ്തതയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം വിശ്വസിക്കാൻ, പരസ്പരം വിശ്വസ്തത പുലർത്താൻ, ഈ പരസ്പരം മാത്രമല്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളോട് വിശ്വസ്തത പുലർത്താൻ പറ്റണം. വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലുന്ന വ്യക്തിയുടെ പ്രത്യേകത അതാണ്. പിതാവ് നമ്മോട് വിശ്വസ്തത പുലർത്തി, നമ്മെ വിശ്വസിച്ചു, നമ്മോട് വിശ്വസ്തത പുലർത്തി. യേശുക്രിസ്തു നമ്മെ വിശ്വസിച്ചു, നമ്മോട് വിശ്വസ്തത പുലർത്തി. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ചെയ്തു. എങ്കിൽ ഈ ത്രിത്വൈക കൂട്ടായ്മയുള്ള വിശ്വാസം നാം ഏറ്റുപറയുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹാംഗങ്ങളെ വിശ്വസിക്കാൻ പറ്റണം, അവരോട് വിശ്വസ്തത പുലർത്താൻ പറ്റണം. മാത്രമല്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിലും കണക്കുകളും കാര്യങ്ങളിലും പൈസയുടെ ഉപയോഗങ്ങളിലും ഒക്കെ നമ്മൾ വിശ്വസ്തത പുലർത്താൻ പറ്റണം. ആരെങ്കിലും കണ്ടോ, ആരെങ്കിലും കേട്ടോ, ആരെങ്കിലും അറിഞ്ഞോ, അതായിരിക്കരുത്. അപ്പോൾ നമ്മുടെ ആത്മാവ് കുളിരിടും, ആത്മാവ് കോരിത്തിരിക്കും, ആത്മീയ അഭിഷേകം ഉണ്ടാവും, സമർപ്പണത്തിൻ്റെ ആനന്ദമുണ്ടാവും. അപ്പോൾ നമുക്കും പറയാൻ പറ്റും, സഹോദരന്മാർ സഹോദരിമാർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ ആനന്ദകരം, എത്രയോ രക്ഷാകരം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മകളെയും ഇടവക കൂട്ടായ്മയെയും സന്യാസ സമൂഹങ്ങളെയും സമർപ്പിക്കുകയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും. ഈശോനാഥ, ഞങ്ങൾക്ക് വേണ്ടി ഗാഹുൽത്തായിൽ തിരുരക്തം ചിന്തിയ മിശിഹായെ, ആ രക്തത്തിൻ്റെ അഭിഷേകം തരണമേ. കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തെ വേട്ടയാടുന്ന എല്ലാ തരത്തിലുള്ള അവിശ്വസ്തയുടെ ആത്മാവും ഞങ്ങൾ വിട്ടുപോകട്ടെ. നിന്റെ നാമത്തിൽ സാത്താനെ ദൂരെ പോകൂ എന്ന് കൽപ്പിച്ച ഈശോ മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹങ്ങളിലുമുള്ള തിന്മയുടെ അന്ധകാര ശക്തിയുടെ എല്ലാ സ്വാധീനവും വിട്ടുപോകട്ടെ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ചെതുമ്പിലും സാവൂളിൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പിൽ അടർത്തിക്കളഞ്ഞ കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും അടർന്നു പോകട്ടെ. ഞങ്ങളുടെ കണ്ണുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാംസളമായ അവസ്ഥയുണ്ടാകട്ടെ. തരളിതമായ ദയ നിറഞ്ഞ അനുകമ്പ നിറഞ്ഞ അവസ്ഥയുണ്ടാകട്ടെ. യോനാ പ്രവാചകനെ പോലെ കർത്താവെ, യോനാ പ്രവാചകന് അങ്ങ് സത്യങ്ങൾ വെളിപ്പെടുത്തിയതുപോലെ, യോനാ പ്രവാചകൻ്റെ മനസ്സിനെ അങ്ങ് ശാന്തിയിലേക്ക് നയിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിൽ, സമൂഹ കൂട്ടായ്മകളിൽ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവും നിൻ്റെ കരവലയത്തിൻ്റെ സ്പർശനവും നിൻ്റെ വ്യാഖ്യാനത്തിൻ്റെയും വചനത്തിൻ്റെയും വേലിയേറ്റവും ഉണ്ടാകട്ടെ. ദൈവമേ, ഇവയ്ക്കെല്ലാം നീ ചൊരിയുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവകളെയും സമൂഹങ്ങളെയും എല്ലാം നവീകരിച്ച് വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.